ലോകരക്ഷകൻ മനുഷ്യരുടെ മുന്നിൽ ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കുന്നവരിൽ, മനുഷ്യന്റെ മുൻപിൽ കൈകൾ കെട്ടി തലകുനിച്ച് ഒരു പാപിയെപ്പോലെ ദൈവപുത്രൻ നിൽക്കുന്നവരിൽ, കള്ളനും നീതിമാനും ഒരേ ത്രാസിൽ തൂക്കപ്പെടുന്ന ഒരിടം. അതാണ് ഒന്നാം സ്ഥലം. ഞാനും നീയും ജീവിത വഴികളിൽ കടന്നു പോകേണ്ടി വരുന്ന ഒരിടം കൂടിയാണിത്. 4 തവണ അവൻ പലയിടങ്ങളിലായി ചോദ്യം ചെയ്യപ്പെട്ടു. പിലാത്തോസ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഈശോ ഉത്തരമൊന്നും പറയുന്നില്ല. അതൊരിക്കലും ഉത്തരം കിട്ടാതിരുന്നിട്ടല്ല, ഉത്തരം ഇല്ലാതിരുന്നിട്ടുമല്ല, മറിച്ച് ചില സ്ഥലങ്ങളിൽ മൗനം തന്നെയാണ് ശരിയായ ഉത്തരം. വിചാരണ നേരിടുന്ന 2 പേർ, ഒരാൾ നമ്മുടെ അവസ്ഥയും മറ്റേത് നാം ആയിരിക്കേണ്ട സാധ്യതയുമാണ്. നമ്മെ ആരെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ ഓർക്കുക, നമ്മുടെ ഈശോയും ഈ വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ലോകത്തിന്റെ പ്രകാശവും ഉപ്പുമായി തീർന്നവൻ നിൽക്കുകയാണ് ഒരു പാപിയെപ്പോലെ. ഈ സ്ഥലം നമ്മോട് പറയുന്നുണ്ട്, മനുഷ്യരുടെ മുന്നിൽ ഞാനും നീയും തലകുനിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ടേക്കാം. എങ്കിലും നമുക്ക് മറ്റുള്ളവരെ വിധിക്കാതെ ജീവിക്കുവാൻ കഴിയണം. അപ്പോഴെല്ലാം ഓർമ്മിക്കേണ്ടത് പിലാത്തോസിന്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കുന്ന ഈശോയുടെ മുഖമാണ്. 1000 പേർ നിനക്കെതിരെ നിൽക്കുന്നുണ്ടെങ്കിലും, ന്യായം നിന്റെ ഭാഗത്താണെങ്കിലും ഈശോ നിന്റെ കൂടെയുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിലും വിധിക്കപ്പെടുന്ന, ധൈര്യം ചോർന്നു പോകുന്ന ഇടങ്ങളിൽ അവനെപ്പോലെ നിശബ്ദനായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ആമേൻ. ഭാരമേറും ക്രൂശു തൻ്റെ തിരുത്തോളിലേറ്റി, സോദരരെ താൻ ചുമക്കും ക്രൂശു നമ്മൾ ചെയ്ത പാപഭാരമല്ലയോ, ക്രൂശു നമ്മൾ ചെയ്ത പാപഭാരമല്ലയോ. നാഥായി ജീവിതത്തിൽ ക്രൂശുകളാം ബഹുക്ലേശങ്ങളെ മോദമോടെ കൈക്കൊള്ളുവാനും സഹിക്കാനും ഞങ്ങളെ നിശക്തരാക്കണേ, സഹിക്കാനും ഞങ്ങളെ നിശക്തരാക്കണേ. മറന്നുപോയ, കൈവിട്ടുപോയ പുണ്യങ്ങളെ തേടിയിറങ്ങി സ്വന്തമാക്കുവാനുള്ള തപസ് കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, കുരിശിൻ്റെ വഴിയിലെ ഈ 2ാം സ്ഥലത്ത് കുരിശുമായി നടന്നു നീങ്ങുന്ന ഈശോയെ നമ്മൾ കണ്ടുമുട്ടുന്നു. സ്വയം കുരിശായി മാറുവാൻ എളുപ്പമാണ്. പക്ഷേ ഭാരമേറിയ കുരിശ് ചുമക്കുവാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. പരാതികളില്ലാതെ, പരിഭ്രമങ്ങളില്ലാതെ പിതാവിൻ്റെ ഇഷ്ടത്തിനായി സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് ഭാരമേറിയ കുരിശുമായി പോകുന്ന ഈശോയെ ഈ 2ാമത്തെ സ്ഥലത്ത് നാം കണ്ടുമുട്ടുന്നു. നമ്മുടെ ഇടയിലും കുരിശുമായി നടന്നു നീങ്ങുന്നവർ നിരവധിയാണ്. അറിയാത്ത കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് പോസ്റ്ററുകളും ബാനറുകളും തൂക്കി അപമാനിക്കുന്ന കുറച്ചു പേരെയും, വേർതിരിച്ച് കാണാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഈശോയുടെ വചനങ്ങൾ പ്രഘോഷിച്ച് നമ്മുടെ ഇടയിലെ ഒരാളായി കടന്നു പോകുന്ന വൈദികർ, മാധ്യമങ്ങളുടെ അന്തിചർച്ചയിൽ അപമാനിച്ചിട്ടും സമൂഹം മാറ്റി നിർത്തി അപമാനിക്കുമ്പോഴും മരണത്തിൻ്റെ മുന്നിൽ പോലും ഭയപ്പെടാതെ നിന്ന് ശത്രുക്കളെ പോലും സഹായിക്കുന്ന പാവങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരുടെ ശബ്ദമായി മാറി അവരെ സ്വന്തം കൂടപ്പിറപ്പുകളെപ്പോലെ സഹായിക്കുന്ന സന്യാസിമാർ, തെറ്റുധാരണയുടെ പേരിലും അയൽക്കാരനാൽ
സ്വന്തം കുടുംബത്തിലെ ആളുകളാൽ മാറ്റി നിർത്തുമ്പോഴും അതെല്ലാം മറന്ന് അവരെ സ്നേഹിക്കുന്നവർ അങ്ങനെ ഒത്തിരി പേരുണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷേ ഇവരെല്ലാം തങ്ങൾക്ക് കിട്ടിയ കുരിശിന് ഭാരം കുറവായിട്ടല്ല, മറിച്ച് അതെല്ലാം ദൈവീക നിയോഗമായി കണ്ട് പ്രാർത്ഥനയോടെ എല്ലാം സ്വീകരിക്കുന്നു. നമ്മുടെ ഇടയിലും കാണും മറ്റുള്ളവർക്ക് കുരിശായി മാറിയവരും മറ്റുള്ളവർക്ക് കുരിശിനെ കൊടുത്തവരും. ഈ തപസ്സുകാല യാത്രയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ഇതിൽ ആരാണ് ഞാൻ? മറ്റുള്ളവർക്ക് കുരിശായി മാറിയവനോ, അതോ ജീവിതത്തിലെ കുരിശുകളിൽ പരാതിയോ പരിഭ്രമമോ ഇല്ലാതെ വഹിക്കുന്നവനോ? ചിന്തിക്കാം, ധ്യാനിക്കാം, അതോടൊപ്പം പ്രാർത്ഥിക്കാം. അനുദിന ജീവിതത്തിലെ കുരിശുകൾ ഈശോയെപ്പോലെ പരാതികളില്ലാതെ പരിഭ്രമങ്ങളില്ലാതെ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും വഹിക്കുവാനുള്ള കൃപ എനിക്ക് തരണേ എൻ്റെ ഈശോയെ. ആമേൻ. ഈശോ കുരിശുമായി ആദ്യം വീഴുന്ന ഒരിടം. എന്നെ വീണ്ടെടുക്കുവാനായിരുന്നു അവൻ്റെ ഈ വീഴ്ച. ഞാൻ വീഴാതിരിക്കുവാനായി എല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അവൻ ഒന്നാം പ്രാവശ്യം വീഴുകയാണ്. നമ്മുടെ ജീവിതത്തിലെ കുരിശ് യാത്രയിലും നമ്മുടെ വീഴ്ചയിലും ചുറ്റും നമ്മെ അവഗണിക്കുന്നവരെയും ഒറ്റിക്കൊടുക്കുന്നവരെയും ഒറ്റപ്പെടുത്തുന്നവരെയും കണ്ടേക്കാം. ജീവിത കുരിശുമായി നാം യാത്ര ചെയ്യുമ്പോൾ, അതോടൊപ്പം വീഴുമ്പോൾ നമ്മോടൊത്ത് ക്രൂശിതനുണ്ടെന്ന കാര്യം മറക്കാതിരിക്കാം. നമ്മുടെ ജീവിതത്തിലും കുരിശുമായി വീണ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതിനെയൊക്കെ നാം എപ്രകാരമാണ് അതിജീവിച്ചത്? ഈ മൂന്നാം സ്ഥലത്ത് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഈശോയുടെ കുരിശുയാത്ര നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കുരിശുയാത്ര നിനക്കുണ്ടെങ്കിൽ അതിനപ്പുറം ഒരു ഉയർപ്പിൻ്റെ ആനന്ദവും നിനക്കുണ്ട്. ക്രൂശിൽ കിടക്കുന്ന ഈശോയെ കാണിച്ചുകൊണ്ട് സ്വർഗം നിന്നോടും പറയുന്നുണ്ട്, ഇതാണ് സ്നേഹം. ക്രൂശിതനോടൊത്തുള്ള യാത്രയിലെ ഈ മൂന്നാം സ്ഥലത്ത് നാം ആയിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത കുരിശുകളുമായി ഞാൻ യാത്ര ചെയ്യുമ്പോൾ, കുരിശുമായി വീഴുമ്പോൾ അങ്ങേപോലെ വീണ കിടക്കാതെ എഴുന്നേറ്റ് ജീവിതയാത്ര പൂർത്തീകരിച്ച് ഉയർപ്പിൻ്റെ അനുഭവം സ്വന്തമാക്കുവാനുള്ള കൃപ എനിക്ക് തരണേ എൻ്റെ ഈശോയെ. തകർച്ചയിലും വീഴ്ചയിലും പരാജയത്തിലും മാത്രം എൻ്റെ ജീവിതം ഒതുങ്ങിപ്പോകാതെ അങ്ങേപോലെ ഓട്ടം പൂർത്തിയാക്കി വിജയകിരീടം സ്വന്തമാക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. കാണുന്ന
രണ്ട് ഹൃദയങ്ങൾ സംസാരിക്കുന്ന, വാചാലമാകുന്ന ഒരിടം, ഒരമ്മയും കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരിടം, അതിലുപരി ഒരമ്മയും മകനും കണ്ടുമുട്ടിയ സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒരിടം. ഈ അമ്മ ഒരിക്കൽ പോലും ദൈവത്തോട് പരാതി പറഞ്ഞില്ല. മറിച്ച് അമ്മ ഹൃദയം കൊണ്ട് ഈശോയോട് പറഞ്ഞിരിക്കണം, എനിക്കറിയാം മോനെ, നിന്റെ യാത്രയിൽ കൂടെ ഞാനുണ്ട്. ഇതല്ലാതെ ഒരു മകന് എന്താണ് ബലം നൽകുവാൻ ഒരമ്മ പറയുക? ഇതിൽ കൂടുതൽ എന്താണ് ബലമായി ഒരു മകന് വേണ്ടത്? എനിക്കും നിനക്കും വേണ്ടി സ്വന്തം മകനെ പോലും ബലിയായി നൽകിയ ഒരമ്മയെ ഈ 4-ാം സ്ഥലത്ത് നമ്മൾ കണ്ടുമുട്ടുന്നു. അമ്മയും മംഗളവാർത്ത കഴിഞ്ഞയുടനെ ഒരു കുരിശുയാത്രയിലാണ്. ആരും സഹായിക്കാനില്ലാതെ തൻ്റെ പ്രിയസുതന് താങ്ങായി മാറിക്കൊണ്ട് നടന്നു നീങ്ങുന്ന ഒരമ്മ. നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളല്ലേ ഈ അമ്മ ഇത്രയും വേദനിപ്പിച്ചത്? ഈ ഒരു 4-ാം ഇടത്ത് നാം എത്തി നിൽക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ഞാൻ മൂലം വേദന അനുഭവിക്കുന്നവരുണ്ടോ? അവരോടൊക്കെ സോറി പറയേണ്ട ഒരിടം കൂടിയാണിത്. നമ്മുടെ ജീവിതത്തിലെ കുരിശ് യാത്രയിലും ഈ അമ്മയുടെ കൂട്ട് നമുക്ക് പിടിക്കാം. അതോടൊപ്പം നമ്മുടെ കൂടെ കുരിശുമായി യാത്ര ചെയ്യുന്നവർക്ക് ഒരാശ്വാസമായി ഞാനും നീയും മാറണം. പരിശുദ്ധയായ എൻ്റെ അമ്മേ, എൻ്റെ കുരിശ് യാത്രയിൽ അമ്മ എൻ്റെ കൂടെ മാതൃസ്നേഹത്തിൻ്റെ തണലായി എന്നും കൂടെ ഉണ്ടാകണമേ. ആമേൻ. ക്രൂശീവം താൻ ചുമന്നാൻ ജീവനോടെ തന്നെ ക്രൂശിക്കുവാൻ സാധ്യമല്ല ഇന്നോർത്തവർ ശ്ലീവ ചുമക്കാൻ ശീമോനെ നിയോഗിക്കുന്നു. ശ്ലീവ ചുമക്കാൻ ശീമോനെ നിയോഗിക്കുന്നു. ശീമോനെ പോലെ ഞങ്ങൾ നിൻ പുറകെ ക്രൂശും താങ്ങിക്കൊണ്ടു വന്നിടട്ടെ യേശുനാഥ. ഭാഗ്യവാന്മാരായിടട്ടെ നിൻ കാരുണ്യത്താൽ. ഭാഗ്യവാന്മാരായിടട്ടെ നിൻ കാരുണ്യത്താൽ. നുറുങ്ങുന്ന വേദനയോടെ അമ്മയോടൊത്ത് 5-ാം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ലോകരക്ഷകനായ ഈശോയെ കുരിശുയാത്രയിൽ സഹായിക്കുവാനായി ശിമയോൻ എത്തുന്ന ഒരിടം. അപമാനത്തിൻ്റെ പ്രതീകമായ കുരിശിനെ പുൽകുവാൻ മടിയുണ്ടായിരുന്ന ശിമയോനെ നിർബന്ധിച്ച് അതിനായി തയ്യാറാക്കുന്നു. ഇന്നും ഈശോ കുരിശുമായി നമ്മുടെ മുന്നിലൂടെ, ഇടയിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് നമ്മുടെ അയൽക്കാരനോ കൂട്ടുകാരനോ ആയിരിക്കാം. ആ സമയങ്ങളിൽ ഞാനും നീയും നിർബന്ധങ്ങളില്ലാതെ ഒരു ശിമയോനായി മാറണം. സ്വന്തം കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കുവാൻ പറഞ്ഞ ഈശോയെ മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ നിറഞ്ഞ യാത്രയിൽ മാറി നിന്ന് സന്തോഷിക്കാതെ എനിക്ക് കഴിയുന്ന വിധത്തിൽ സഹായിക്കുവാനുള്ള കൃപയും കരുത്തും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗീയ ദീപ്തി ചിന്തും സുന്ദരമാമുഖം മാനമായി ഭക്തയ
നൂറുകണക്കിന് ആളുകൾ ഈശോയുടെ ചുറ്റും ഉണ്ടായിരുന്നു. എങ്കിലും ചോര വീർത്ത ആ തിരുമുഖം തുടയ്ക്കുവാൻ ഓടിയെത്തിയത് വെറോനിക്ക മാത്രമാണ്. അത് സ്ത്രീകൾക്ക് അത്ര പ്രാധാന്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ. ദൈവമേ, എന്നെ ഒരു സ്ത്രീയായി ജനിപ്പിക്കാതിരുന്നതിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ധീരയായി വെറോനിക്ക കടന്നു വരികയാണ്. വെറോനിക്ക തിരുമുഖം തുടച്ചപ്പോൾ അവൾക്ക് കിട്ടിയതാകട്ടെ ആ തൂവാലയിൽ പതിഞ്ഞ ഈശോയുടെ തിരുമുഖമാണ്. അവരിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരുടെ ദുഃഖത്തിലും സങ്കടങ്ങളിലും പരാജയത്തിലും മുഖം തുടയ്ക്കുന്ന വെറോനിക്കയായി എനിക്കും നിനക്ക് മാറാൻ കഴിയണം. ഓരോ കുരിശിൻ്റെ വഴിയും നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയാണ്. മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കുവാനുള്ള കൃപയും കരുത്തും എനിക്ക് നൽകണമേ എൻ്റെ ഈശോയെ. ആമേൻ. വീണ്ടും താൻ ക്രൂശിൻ കീഴായി വാടിത്തളർന്നിത വീഴുന്നയ്യോ. ചന്തമേറും തൻ മുഖവും കൈകാലുകളും കല്ലിൽ മുട്ടി പൊട്ടിക്കീറുന്നു. കൈകാലുകളും കല്ലിൽ മുട്ടി പൊട്ടിക്കീറുന്നു. ഈശോയേ, വീണ്ടും ഞങ്ങൾ ചാവുദോഷത്തിൽ വീണതിനാൽ അല്ലയോ നീ വീണദൈവം. ഞങ്ങളെ നിൻ തൃക്കൈ നീട്ടി രക്ഷിക്കണമേ. ഞങ്ങളെ നിൻ തൃക്കൈ നീട്ടി രക്ഷിക്കണമേ. കുരിശിൻ്റെ വഴിയിലെ 7-ാമിടത്ത് നാം എത്തുമ്പോൾ കുരിശുമായി 2-ാം പ്രാവശ്യം വീഴുന്ന ഈശോയെ നാം കണ്ടുമുട്ടുന്നു. വീഴ്ചകൾ സ്വാഭാവികമാണ്. പക്ഷെ അതിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ മാത്രമേ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയൂ. നമ്മുടെ വീഴ്ചകൾ കണ്ട് ഉള്ളിൽ സന്തോഷിക്കുന്നവരും നമ്മുടെ വീഴ്ചകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ പുതുക്കിയെടുക്കുന്നവരുമുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ വീഴുമ്പോൾ ഓർക്കുക, നമ്മുടെ ഈശോയും വീണിട്ടുണ്ട്. പക്ഷേ അവന് പിതാവ് നൽകിയ ലക്ഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണെടുത്ത് കിടക്കാതെ അവൻ എഴുന്നേറ്റു. ഈശോയുടെ വീഴ്ചകൾ വിശുദ്ധി നിറഞ്ഞതാകുന്നത് അവൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള തിടുക്കമാണ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ അനുസരണയുള്ള പ്രിയപുത്രനെ പോലെ തിടുക്കത്തോടെ പോകുന്ന ഒരു പുത്രൻ. ഈശോയുടെ ജീവിതയാത്രയിൽ വീണ് കിടന്നിരുന്ന ഒത്തിരി പേർക്ക് അവൻ ശക്തിയായിട്ടുണ്ട്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നാം വീഴുമ്പോൾ നമ്മോടത്ത് ക്രൂശിതനുമുണ്ട്. ഈ ഒരു വിശ്വാസത്തോടെ നമുക്ക് നടന്നു നീങ്ങാം. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിലും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിലകപ്പെട്ട് വീണ് കിടക്കാതെ എഴുന്നേറ്റുകൊണ്ട് ജീവിത ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുവാനുള്ള ശക്തി നൽകി എന്നെ നീ അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവിൻ പീഡകളെ കണ്ടതുലം സഹതാപമോടെ ഭക്തസ്ത്രീകൾ കേണിടുന്നു, ആശ്വസിപ്പിച്ചിടുന്നു താനവരേവം.
ബെത്ലേഹേമിൻ പുത്രികളെ, എന്നെയോർത്തു നിങ്ങൾ കേഴേണ്ടൊട്ടും. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്തു നിങ്ങൾ പ്രലപിക്കുവിൻ. മക്കളെയും ഓർത്തു നിങ്ങൾ പ്രലപിക്കുവിൻ. ഈശോയ്ക്ക് വേണ്ടി കരയുന്ന ഒരു കൂട്ടം സ്ത്രീകളെ നാം ഈ ഒരിടത്ത് കണ്ടുമുട്ടുന്നുണ്ട്. ഓശാന ഞായറാഴ്ച ജൈവിളികളുമായി അവനെ സ്വീകരിച്ചവർ ഇന്നിതാ കല്ലുകളും കമ്പുകളും ചീത്തവിളികളുമായി അവനെ സ്വീകരിക്കുന്നു. അതിനിടയിൽ ഒരു കൂട്ടം സ്ത്രീകൾ അവനു വേണ്ടി കണ്ണീർ പൊഴിക്കുന്നു. കരൽ നൊന്ത് കരയുന്ന ആ സ്ത്രീകളെ ഈശോ സ്വന്തം വേദനയൊക്കെ മറന്ന് ആശ്വസിപ്പിക്കുകയാണ്. കരുണയുടെ കൂടാരമായ കുമ്പസാര കൂടുപോലെ അവിടെ നിന്ന് മാറുകയാണ്. സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുകയാണ്. ജനത്തിനു വേണ്ടി കരയുന്ന ഈശോ ഈ ഒരിടത്ത് നമുക്ക് വേണ്ടി തന്നെ കണ്ണീർ പൊഴിക്കുവാൻ നമ്മെയും അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. സ്വന്തം സഹനത്തിലും വേദനയിലും മറ്റുള്ളവരുടെ വേദനയിൽ ആശ്വാസമായി കരുതലായി ഈശോ മാറുകയാണ്. 2 പ്രാവശ്യം വീണിട്ടും എഴുന്നേറ്റ് ഈശോ കരൽ നൊന്ത് കരയുന്ന സ്ത്രീകൾക്ക് ആശ്വാസമായി മാറുകയാണ്. ദൈവത്തിൽ നിന്നും അകന്ന് നമ്മുടെ ജീവിതത്തെ ഓർത്തുകൊണ്ടും പാപത്തിൽ ജീവിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ഓർത്ത് അനുതപിക്കുവാനും കരയുവാനും ഈ ഒരിടത്ത് ഈശോ നമ്മോട് പറയുന്നു. ക്രൂശിതൻ നടന്ന ഓരോ വഴികളും നമുക്ക് ശക്തി പകരുന്നവയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഈശോയെ, സഹനത്തിലും വേദനയിലും ഞെരുക്കപ്പെടുന്ന അവസ്ഥയിലും ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ അങ്ങ് കൂടെ ഉണ്ടാകണമേ. മറ്റുള്ളവരുടെ സങ്കടത്തിൽ അവരോടൊത്ത് കരയുവാനും അവരെ സഹായിക്കുവാനും എന്നെയും സഹായിക്കണമേ. ആമേൻ. ദിവ്യാഭാ ചിന്തിടുന്ന നിൻമുഖാബ്ജം കുത്തി മൂന്നാമതും വീഴുന്നീശോ നീജയുത നാലുപാടും വലിക്കുന്നു ചവിട്ടുന്നയോ, നാലുപാടും വലിക്കുന്നു ചവിട്ടുന്നയോ. ചേറ്റിലൊരു റോസാപ്പൂ പോൽ വീണുഴലും മമ ജീവനാഥ, ഘോരമായ നിത്യാഗ്നിയിൽ വീണിടാതെ ഞങ്ങളെ നീ രക്ഷിക്കണമേ. വീണിടാതെ ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഈശോയുടെ കാൽവരി യാത്ര മണിക്കൂറുകൾ നീണ്ടതായിരുന്നു. അതോടൊപ്പം സഹനങ്ങൾ നിറഞ്ഞതായിരുന്നു. ഈ ഒരു യാത്രയിൽ ഈശോ 3-ാം പ്രാവശ്യവും വീഴുകയാണ്. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നുണ്ട്. പക്ഷേ ചുറ്റും കൂടി നിന്നവർക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. എങ്ങനെയെങ്കിലും ജീവനോടുകൂടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ജീവിത വഴികളിൽ നാം പല സ്ഥലങ്ങളിലും വീണ് കിടന്നവരായിരിക്കും. ചിലപ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ എപ്പോഴെങ്കിലും വീഴാൻ സാധ്യതയുള്ളവരായിരിക്കും. അപ്പോൾ നമ്മോടുള്ള ചോദ്യം, അവനെപ്പോലെ എഴുന്നേൽക്കുവാൻ നാം തയ്യാറാണോ എന്നതാണ്. ഈശോയുടെ യാത്രയിൽ ഈശോയെ സഹായിച്ച അമ്മ മേരിയെയും വെറോനിക്കായെയും ഷിമയോനെയും ജെറുസലേമിലെ സ്ത്രീകളെയും കണ്ടുമുട്ടുന്നുണ്ട്. ഞാൻ എന്നിൽ തന്നെ ജീവിക്കാതെ എല്ലാവർക്കും എല്ലാമായി മാറിത്തീരണം.
അല്ലെങ്കിൽ മാറേണ്ടവരാണ് നാം എന്ന് ഈ സ്ഥലം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ നിന്ന് നടന്ന അതേ വഴികളിലൂടെ നടക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ഈശോയുടെ മൂന്നാമത്തെ വീഴ്ചയെപ്പറ്റി നാം ധ്യാനിക്കുമ്പോൾ പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ, എല്ലാവർക്കും എല്ലാമായി തീരുവാൻ, കുരിശ് യാത്രയിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ജീവിക്കുവാനും എൻ്റെ ഈശോയെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ചിന്നായ്ക്കൾ കുഞ്ഞാടിൻ്റെ തോലുരിഞ്ഞു മാന്തി കീറും പോലെ രക്തം മൂലം ദേഹത്തോട് ഒട്ടിച്ചേർന്ന വസ്ത്രമാവ ഉരിഞ്ഞിടുന്നു. ഒട്ടിച്ചേർന്ന വസ്ത്രമാവ ഉരിഞ്ഞിടുന്നു. മാമോദിസ കൈക്കൊണ്ടപ്പോൾ ഞങ്ങൾക്കു നീ തന്ന വെള്ള വസ്ത്രം ദൈവേഷ്ടമാ ദിവ്യവസ്ത്രം നഷ്ടമാക്കിയിടായ്വാൻ ശക്തി നൽകിയിടം നാഥ. നഷ്ടമാക്കിയിടായ്വാൻ ശക്തി നൽകിയിടം നാഥ. ലോകരക്ഷകനിത വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കാൽവരി മരയിൽ നിൽക്കുകയാണ്. ആ വസ്ത്രം അവൻ്റെ ജീവിതം തന്നെയായിരുന്നു. പൊങ്ങച്ചങ്ങളില്ലാത്ത, മറയില്ലാത്ത തുറന്ന ജീവിതമായിരുന്നു അവൻ്റെ ജീവിതം. ദൈവം വരച്ചു വച്ച ജീവിതം, പിഴവുകളോ കുറവുകളോ ഇല്ലാതെ പ്രിയപുത്രൻ ജീവിച്ചു. അതിന് ഭൂമി നൽകിയ സമ്മാനമായിരുന്നു ഈ നഗ്നത. ഒരു വിധത്തിൽ ഈശോയെ ഇവിടെ എത്തിച്ചത് അവൻ്റെ കരുത്തുറ്റ തീരുമാനങ്ങളായിരുന്നു. പക്ഷേ അവൻ്റെ തീരുമാനം അവനെ അയച്ചവൻ്റെതായിരുന്നു. ദൈവപിതാവിൻ്റെ തീരുമാനത്തിൽ നിന്നും ഒരടി പോലും പുറകോട്ട് പോകുവാൻ ഈശോ തയ്യാറല്ലായിരുന്നു. ക്രൂശിതനുമായി നാം ഈ 10-ാം ഇടത്തെത്തിയിരിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം. എനിക്ക് സ്വന്തമായി ഒരു നിലപാടുണ്ടോ? അതോടൊപ്പം എൻ്റെ ജീവിതവും നിലപാടും തീരുമാനങ്ങളും ഈശോയുടെ തീരുമാനത്തോടും നിലപാടിനോടും ചേർന്ന് പോകുന്നതാണോ? ഈ സ്ഥലത്ത് നമ്മെക്കുറിച്ചും നമ്മുടെ തീരുമാനങ്ങളെയും കുറിച്ച് ഒന്ന് ധ്യാനിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ തീരുമാനങ്ങളും നിലപാടുകളും അങ്ങയുടെ ജീവിതത്തോടും ഇഷ്ടത്തോടും ചേർത്ത് നിൽക്കുന്നതാക്കി മാറ്റണമേ. ആമേൻ. സ്ലീവാമേൽ താൻ കിടന്നു, യൂദർ കൈകാലുകളാണികളാൽ ക്രൂശിൽ ചേർത്തു തറയ്ക്കുന്നു. പ്രാണവേദനയാൽ യേശു വിലപിക്കുന്നു. പ്രാണവേദനയാൽ യേശു വിലപിക്കുന്നു. ചുറ്റികയിൻ ശബ്ദവും താൻ ആർത്തനാദവും മുഴങ്ങുന്നിതാ. ഈശോയേ, ഘാതകരാ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ, രക്ഷിക്കണമേ. ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ, രക്ഷിക്കണമേ.
ഈശോ കുരിശിനെ പുൽകുന്നു. ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന ഒരിടം. ചുറ്റുമുള്ളവർക്ക് എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ അവരെ കൊണ്ട് സാധിക്കുന്നതെല്ലാം അവർ ചെയ്തു. പക്ഷേ നാണക്കേടിൻ്റെയും അപമാനത്തിൻ്റെ പ്രതീകമായ കുരിശ് ഈശോയുടെ സാന്നിധ്യവും സ്പർശനവും കൊണ്ട് രക്ഷയുടെ അടയാളമായി മാറിയിരിക്കുകയാണ്. അതങ്ങനെയാണ്. തൊടേണ്ടവൻ തൊടുമ്പോൾ ചിലതെല്ലാം വെണ്മയുള്ളതായി തീരും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചില മേഖലകൾ ഈശോയുടെ സ്പർശനവും സാന്നിധ്യവും വേണ്ടതുണ്ട്. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളും മറ്റുള്ളവരുടെ വാക്കുകൾ മൂലവും നാം നമ്മുടെ ജീവിതത്തിലെ ചില നന്മകളും കഴിവുകളും കുഴിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ മറയ്ക്കുന്നവയെ മാറ്റിയെടുത്ത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പരിഗണിക്കുവാനും പരിശ്രമിക്കുക. ക്രൂശിതനെക്കുറിച്ചുള്ള ധ്യാനമാണ് നമ്മെ അവനിലേക്കും അവൻ്റെ ഉയർപ്പിലേക്കും നയിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിതനായ ഈശോയെ, എന്നിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകളെയും നന്മകളെയും ഉയർത്തിയെടുക്കുവാനും അതെൻ്റെ സഹോദരൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കുവാനും എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. കാൽവരി മലയുടെ വിരിമാറിൽ ഭൂമിക്കും സ്വർഗത്തിനുമിടയിൽ ദൈവപുത്രൻ കുരിശിൽ കിടന്ന് മരിക്കുകയാണ്. നമ്മെ പ്രതി, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം ജീവൻ പോലും, അവസാനത്തുള്ളി രക്തം പോലും എനിക്കായി നൽകിക്കൊണ്ട് സ്നേഹിച്ച് അവൻ ഇല്ലാതാവുകയാണ്. മരിക്കുന്നതിന് മുന്നേ ചെറിയ നെടുവീർപ്പോടുകൂടി ആശ്വാസത്തോടെ പരീക്ഷ നന്നായി എഴുതി വിജയിച്ച ഒരു കുട്ടിയുടെ സംതൃപ്തിയോടെ പിതാവിനോടായി പറഞ്ഞു, എല്ലാം പൂർത്തിയായി. അത് ദൈവപിതാവ് തനിക്ക് നൽകിയ ഉത്തരവാദിത്വം കൃത്യതയോടും ഭംഗിയായിട്ടും ചെയ്ത് പ്രിയപുത്രൻ യാത്രയാവുകയാണ്. പക്ഷേ അവൻ്റേതൊരിക്കലും പരാജയത്തിൻ്റെ മരണമല്ല, മറിച്ച് എല്ലാം ചെയ്തു തീർന്ന് സംതൃപ്തിയുടെ മരണമാണ്, വിജയത്തിൻ്റെ മരണമാണ്. ഓരോ ദിനവും നാം ചിന്തിക്കണം, ഇന്ന് ഞാൻ എത്ര ആത്മാർത്ഥതയോടെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു. എൻ്റെ ജീവിത പങ്കാളിയോട്, മാതാപിതാക്കളോട്, മക്കളോട്, സഹോദരങ്ങളോട്, പഠന ജോലി മേഖലയോട് എത്ര ആത്മാർത്ഥമായി ഓരോ ഉത്തരവാദിത്വവും ഞാൻ ചെയ്തു തീർത്തു എന്ന് ഓരോ ദിനവും അവസാനം നമ്മൾ ചിന്തിക്കണം. അവനെ പോലെ എല്ലാം ചെയ്തു തീർത്ത് ആത്മാർത്ഥതയോടെ സംതൃപ്തിയോടെ പറയുവാൻ എനിക്കും സാധിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഓരോ ദിനവും അങ്ങയുടെ കൂടെ ആരംഭിക്കുവാനും എൻ്റെ കടമകൾ ഉത്തരവാദിത്തോടെ ചെയ്തു തീർക്കുവാൻ എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. ചെന്താമര പുഷ്പമൊരു വെൺപൂമുഖമായി
ഒരമ്മയും ആഗ്രഹിക്കാത്ത, കാണാൻ കഴിയാത്ത സംഭവബഹുലമായ സന്ദർഭങ്ങളിലൂടെയാണ് പരിശുദ്ധ അമ്മ കടന്നുപോയത്. പൊന്നുപോലെ താൻ വളർത്തിയ മകൻ ഇന്നിതാ കുരിശിൽ നിശ്ചലനായി കിടക്കുന്നു. പക്ഷേ അമ്മയ്ക്ക് പരാതിയൊന്നുമില്ലായിരുന്നു. കാരണം മംഗളവാർത്താ ദിനത്തിലെ അമ്മയുടെ യെസ് സ്വന്തം ഇഷ്ടങ്ങളുടെ ബലിസമർപ്പണം കൂടിയായിരുന്നു. പിന്നീട് ഓരോ ദിനവും അമ്മ ജീവിച്ചത് ദൈവിക പദ്ധതികൾക്ക് അനുസരിച്ചായിരുന്നു. ദൈവപുത്രനെ ആദ്യമായി മേരിയും ജോസഫും സ്വീകരിച്ചത് പുൽക്കൂട്ടിൻ്റെ മടിത്തട്ടിലായിരുന്നു. ഇന്നിതാ സ്വന്തം മകനെ അമ്മ സ്വീകരിക്കുന്നത് സ്വന്തം മടിത്തട്ടിലേക്കാണ്. നാം പരിശുദ്ധ അമ്മയെപ്പോലെ ആയിത്തീരേണ്ടവരാണ്. നമുക്ക് ചുറ്റുമുള്ളവരുടെ, അത് സഹോദരങ്ങളോ ജീവിത പങ്കാളിയോ സുഹൃത്തുക്കളോ മാതാപിതാക്കളോ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അവരുടെ ജീവിത ക്ലേശങ്ങളിൽ അത് ഇറക്കി വയ്ക്കുവാൻ കഴിയുന്ന ഒരാളായി നാം മാറണം. അപ്പോൾ സ്വർഗം നമ്മെ നോക്കി പറയും, നന്മ നിറഞ്ഞവനെ, നന്മ നിറഞ്ഞവളെ സ്വസ്തി. മറ്റുള്ളവരുടെ ജീവിത ക്ലേശങ്ങളിൽ ആശ്വാസവും ആശ്രയവുമായി നാം മാറണം. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, സ്വന്തം ദുഃഖങ്ങൾ മറന്നുകൊണ്ട് അങ്ങിൽ സന്തോഷിക്കുവാനും അങ്ങയോടത്ത് സന്തോഷിക്കുവാനും മറ്റുള്ളവരുടെ ക്ലേശങ്ങളിൽ ദുഃഖങ്ങളിലും അവരോടൊത്ത് ചേർന്ന് അവരെ ആശ്വസിപ്പിക്കുവാനും എന്നെ ശക്തനാക്കണമേ. ആമേൻ. നാഥന്റെ ദിവ്യദേഹം സംസ്കരിച്ചിടുന്നു ശിഷ്യരിതാ. പാപത്തിൽ നാം ആത്മാവിനെ താഴ്ത്തിയതല്ലയോ ഇതിൻ കാരണമോർപ്പിൻ. താഴ്ത്തിയതല്ലയോ ഇതിൻ കാരണമോർപ്പിൻ. ഈശോയേ, നിൻ കല്ലറ ഭക്തിയോടെ മുത്തും ഞങ്ങളോടെ. ആത്മാക്കളെ മൃത്യുവിങ്കൽ നിന്റെ ദിവ്യഹൃദയത്തിൽ സംസ്കരിക്കണേ. നിന്റെ ദിവ്യഹൃദയത്തിൽ സംസ്കരിക്കണേ. ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരില്ല. പക്ഷെ ഈശോയുടെ കല്ലറ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മരണത്തോടെ മാത്രം തീരുന്നതല്ല ജീവിതമെന്ന സത്യമാണ്. ദൈവപുത്രനെ മരണം കീഴടക്കിയെന്ന് ലോകം വിശ്വസിച്ചപ്പോഴും അതിന് 3 ദിവസത്തെ ദൂരം മാത്രമേ ഉള്ളൂ എന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ഈശോ പറഞ്ഞത് എല്ലാം പൂർത്തിയാകണമെങ്കിൽ അവന് ഈ ഒരിടം ആവശ്യമായിരുന്നു. ലോകത്തിന് അവൻ പരാജിതനായിരുന്നു. എല്ലാവരെയും പോലെ അവനും മരിച്ചു. പക്ഷേ ഈ മരണത്തിനപ്പുറം ഒരിടം കൂടിയുണ്ടെന്ന് അവൻ നമുക്ക് കാട്ടിത്തന്നു. ക്രൂശിതനുമായി ഈ 14-ാം സ്ഥലത്ത് എത്തി നിൽക്കുമ്പോൾ ഈ 14-ാം സ്ഥലം കൊണ്ട് തീരുന്നതല്ല കുരിശിൻ്റെ വഴി, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ ജീവിച്ച് തീർക്കേണ്ടതും കൂടിയാണ്. ഈ ഒരു കുരിശ് യാത്ര അവനു വേണ്ടിയായിരുന്നില്ല. ഓരോ സ്ഥലവും പറയുമ്പോൾ നാം കൂട്ടിച്ചേർക്കേണ്ടത് ഇങ്ങനെയാണ്: എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈശോ വിധിക്കപ്പെട്ടത്. എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവൻ 3 പ്രാവശ്യം മുട്ടുപൊട്ടി രക്തമൊലിച്ചത്. എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവൻ പരിഹസിക്കപ്പെട്ടത്, മരണം പോലും ഏറ്റുവാങ്ങിയത്. മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, മരണത്തിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാതെ ഈശോയുടെ ഉയർപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.
ക്രൂശിതാ എൻ കുരിശിതാ കുറ്റമേറ്റേറ്റുകൂടെ വരാം നിൻ കുരിശിന്റെ വഴിയിൽ ആ കാരുണ്യം